പറഞ്ഞില്ല, ഒരു മന്ദഗതിയിലേക്ക് പോയി. പെട്ടെന്ന് അന്വേഷണത്തിൻ്റെ ഒരു സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു. അത് ഇതായിരുന്നു എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ഗൗരവതരമായ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. ആ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മീതെ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട ആളുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമായി SITയുടെ മീതെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആക്ഷേപിച്ചത്. ഇന്ന് ഹൈക്കോടതി ആ ആരോപണത്തിന് 2 അടിവരയിട്ടിരിക്കുക. കാരണം പ്രധാനപ്പെട്ട ആളുകളെ, ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തില്ല, അവരെ പ്രതി ചേർത്തില്ല, വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല എന്നാണ്. അതിൽ കൂടുതൽ ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. വൻ സ്രാവുകളിലേക്ക് നീങ്ങിയില്ല, അതായിരുന്നു ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെ വീണ്ടും പ്രതിക്കൂട്ടിലാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തിയത്. ഞങ്ങൾ അപ്പോഴും SITയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല SITയിൽ. കാരണം ഹൈക്കോടതി നിയോഗിച്ചൊരു ടീമാണ്, നല്ല ഉദ്യോഗസ്ഥരുടെ ടീമാണ്. ഞങ്ങൾക്ക് അവരുടെ സത്യസന്ധതയിലോ ഇൻറ്റഗ്രിറ്റിയിലോ ഒന്നും സംശയമില്ല. അവർക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവർക്ക് സത്യസന്ധമായി ഹൈക്കോടതി ആഗ്രഹിക്കുന്നത് പോലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. പക്ഷെ അവരും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം അവർക്ക് മീതെ ഉണ്ടായപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അവരെ കൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. സ്വതന്ത്രവും നീതിപൂർവമായ ഒരു അന്വേഷണം SITക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് നിയമമന്ത്രി ശ്രീ രാജീവ് ഞങ്ങളെ വിമർശിച്ചു, ഞങ്ങൾ കോടതിയെ വിമർശിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് എടുത്തു പറഞ്ഞു, കോടതിയല്ല വിമർശിക്കുന്നത്, SIT അല്ല വിമർശിക്കുന്നു. SITയുടെ മീതെ അനാവശ്യമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞില്ല, ഒരു മന്ദഗതിയിലേക്ക് പോയി. പെട്ടെന്ന് അന്വേഷണത്തിൻ്റെ ഒരു സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു. അത് ഇതായിരുന്നു എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അല്ല, അതിപ്പോ ഒരു അന്തർ സംസ്ഥാന വ്യാപകം ഉണ്ട് ഈ കേസിൽ. കാരണം ഇതിൽ ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂരിലേക്ക് ഉള്ള ചില ആളുകളുടെ ഇന്നും 2 അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും. അപ്പോൾ അത് അന്വേഷിക്കണതിൽ കുഴപ്പമൊന്നുമില്ല. അന്വേഷിക്കണതിൽ എന്താ തെറ്റ്? കേന്ദ്ര ഏജൻസി, കേന്ദ്ര ആക്ട് കൊണ്ടുവന്ന് പാസ്സാക്കിയ സംഭവമല്ല ED എന്ന് പറയുന്നത്. അവരെ അന്വേഷിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അവർ രാഷ്ട്രീയ പ്രേരിതമായി ഒരു കാര്യവും അന്വേഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാത്ത ED ഒരു കേസും അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അതറിയില്ല, അത് നമുക്ക് നോക്കേണ്ടി വരും. ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യവും സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവരെ അന്വേഷിക്കരുതെന്നൊന്നും പറയാൻ നമ്മൾ ആളുകളല്ല. കാരണം ഇതിൻ്റെ അകത്ത് വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വൻ തുക. അതാണല്ലോ കോടതി തന്നെ പറഞ്ഞതുപോലെ, ഞങ്ങൾ ആക്ഷേപിച്ചതുപോലെ, ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. വൻ തുക ഇതിൻ്റെ അകത്ത്, ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്റർനാഷണൽ റാക്കറ്റ് ഇതിൻ്റെ അകത്ത് ഇടപെട്ട് കാണാൻ സാധ്യതയുണ്ട്. വലിയൊരു കോടീശ്വരന് ഇത് വിറ്റ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല. ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ്, അന്തർ സംസ്ഥാന വ്യാപനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും ആക്ഷേപിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും, ആരോപണം ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ശരിയായിരുന്നു എന്നതാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ. അവരെല്ലാം ഇതിന്റെ പാർട്ടാണല്ലോ. ഇതിന്റെ പാർട്ടായിട്ട് സ്വർണം വാങ്ങിവെച്ചവരും സ്വർണം സൂക്ഷിച്ചവരും സ്വർണം കവർന്നെടുത്തവരും ഇവരെല്ലാം തമ്മിലൊരു ലിങ്ക് ഉണ്ടല്ലോ. അല്ല, അതല്ല, അത് പോരാന്ന് കോടതിയും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്ത കാര്യം ഇവരെങ്ങനെ ഉന്നതരാവണം? അവരെങ്ങനെ കച്ചവടക്കാർ ഉന്നതരാവണം? അവരാവില്ല. അല്ല, അതാണ് നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നത്തെ കോടതി അത് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട ആളുകൾക്ക് അറിയാമായിരുന്നു ഈ കവർച്ച നടന്നത്. അപ്പൊ ഞാനത് പറഞ്ഞല്ലോ, അന്നത്തെ ദേവസ്വം മന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ മൊഴികളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഉന്നതരായ ആളുകളെ കൂടി ചോദ്യം ചെയ്യണം. എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കണം.